ഇതൊരു ഓട്ടോമാറ്റിക് ഗേറ്റാണ്. അത് റിമോട്ട് കൺട്രോളിൽ ഓപ്പറേറ്റഡാണ്. ഇത് വീടിൻ്റെ മുറ്റമാണ്. മുറ്റത്ത് ഇത് വീടിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. ഇത് വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കുന്നത് ഇത് വീടിൻ്റെ അകമാണ്. ഇവിടെ ഒരു 10 ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസാണ്. ഇതിൻ്റെ ചവിട്ടുന്ന പടിയൊക്കെ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിംലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിമൊന്നുമില്ല. ഹാൻഡ് റെയിലും ഗ്ലാസ്സാണ്. പിന്നെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളാണ്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതുവഴി അങ്ങോട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടികളാരും അങ്ങോട്ട് വീടായിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഇത് മൂവിയിൽ നിന്ന് ഗ്ലാസ്സാണ്. മൂവിയിൽ അടച്ചിടാം നമുക്ക്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ എൻട്രൻസ് ഇതിലെയാണ്. ഇതിപ്പം പ്ലാന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. ഈ സൈഡ് വീടിനകത്തെ സൈഡ് ഗ്ലാസ്സാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. അതാണ് കാണുന്നത്. ഇവിടെ ആയിട്ടൊരു ബാത്റൂമുണ്ട്. സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ടുള്ള ബാത്റൂമാണ്. എല്ലാം ബ്ലാക്കും വൈറ്റും ടൈൽസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റ് കളറുകളൊന്നുമില്ല. പിന്നെ ഫ്ലഷ് ടാങ്ക് ഇത് ഭിത്തിക്കകത്താണ്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അത് കംപ്ലീറ്റ് വുഡിൽ പറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കുന്നില്ല. ബെഡ്റൂമുണ്ട്. ഇതിന് ബാത്റൂമൊക്കെ ഉണ്ട്. അത്ര വലിപ്പമുള്ള ഒരു ബെഡ്റൂമല്ല, ചെറിയൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെയൊക്കെ ഈ കട്ടണൊക്കെ ലൈറ്റ് ക്രമീകരിക്കാവുന്ന ടൈപ്പ് കട്ടണാണ്. ഇപ്പോൾ കട്ടൺ പൂർണ്ണമായിട്ട് അടഞ്ഞു. ഇപ്പം പകുതി തുറന്നു. ക്രമീകരിക്കാവുന്ന കട്ടണാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെയാണ് കിച്ചണൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് വലിയ വൃത്തിയൊന്നും കാണത്തില്ല. മുകളിലെല്ലാം കബോർഡുകളാണ്. എല്ലാം കബോർഡുകളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും. പിന്നെ ഇവിടെ ഉണ്ടൊരു കിച്ചൺ. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കബോർഡാണ്. ഇത് പുറത്തേക്കൊരു ഡോറുണ്ട്. ഇത് സ്റ്റീൽ ഡോറാണ്.
ഇത് ഗ്ലാസിൻ്റെ സ്റ്റെയർ കേസ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങ് പുറത്തേക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഒരു സ്റ്റഡി റൂമായിട്ട് റൂമുണ്ട്. പിള്ളേർക്ക് പഠിക്കുന്നതിൻ്റെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് വലിയ വൃത്തിയൊന്നും കാണത്തില്ല. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ നിന്ന് ഈ സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറാൻ പറ്റും. ചവിട്ടുന്ന പടിയൊക്കെ ഗ്ലാസ്സാണ്. മുകളിലെത്തി സ്വിമ്മിങ് പൂള് കാണാം. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂമൊക്കെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അധികം കാണിക്കുന്നില്ല. ഇവിടെ ബാത്റൂമുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. എല്ലാം ബിൽറ്റിൻ കബേഡുകളാണ്. കബേഡൊക്കെ ബിൽറ്റിനായിട്ടാണ്, പുറത്തേക്ക് തള്ളുന്നിപ്പില്ല. ഇതൊക്കെ ലൈറ്റ് ക്രമീകരിക്കാവുന്ന കർട്ടനാണ്. ഇവിടെയും ബിൽറ്റിൻ കബേഡാണ്. ബാത്റൂമിൻ്റെ സീലിങ്ങിലാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ബാക്കി ഭാഗത്ത് കബേഡാണ്. ബാത്റൂമിന് മുകൾ ഭാഗം, അവിടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കബേഡുകളാണ്. അതിന് മുകൾ വശവും ഓപ്പൺ ചെയ്യാം. ഉപയോഗിക്കുന്നതായതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് ഗ്രാനൈറ്റ് കൊണ്ട് ഒരു ബെഞ്ചുണ്ട്. ബെഞ്ചിൽ നിന്നിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളാണ്. ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ്. എൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മണ്ടയിൽ കൂടെ നമുക്ക് നടക്കാം. ഇവിടെ ഒരു ജനലുണ്ട്. സ്വിമ്മിംഗ് പൂളാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇവിടെ ഇരുന്നുകൊണ്ട് താഴെ സ്വിമ്മ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതും ഒരു ബെഡ്റൂമാണ്. ഇതിൻ്റെ കോട്ടൊക്കെ ഡ്രോയറുണ്ട്, ഓപ്പൺ ചെയ്യാം. ഡ്രോയറുണ്ട്. ഇവിടെയും ബിൽറ്റിൻ കബേഡാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെയും കബേഡുണ്ട്. ഇതെല്ലാം ബിൽറ്റിനാണ്. ഒന്നും പുറത്തേക്ക് തള്ളി നിൽപ്പില്ല. ഇവിടെ ബാത്റൂമുണ്ട്. ബാത്റൂം എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ഇതൊരു ഡ്രസ്സിങ് റൂമാണ്. ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ കൊണ്ടിടാനും ഒക്കെ പറ്റും. പിന്നെ ബാത്റൂമിൻ്റെ മുകൾ ഭാഗം കബേഡാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും.
കബഡുകളുടെയൊക്കെ മുകൾ ഭാഗത്തും ഓപ്പൺ ചെയ്യാൻ പറ്റും, അങ്ങ് ടോപ്പ് വരെയുണ്ട്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ഭിത്തികളിലൊന്നും വോളുകളിലൊന്നും ഒന്നും ലൈറ്റോ ഒന്നുമില്ല, എല്ലാം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ലൈറ്റെല്ലാം സീലിങ്ങിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൽ മാത്രമേ ലൈറ്റുള്ളൂ. ഭിത്തിയിലൊന്നും ലൈറ്റില്ല. ഇതെല്ലാം BLDC ഫാനുകളാണ്, റിമോട്ട് കൺട്രോൾഡാണ്. ഫസ്റ്റ് ഫ്ലോറാണ്. ഇനി ഇവിടെ റൂമുകളുണ്ട്. ഇവിടെ ഒരു റൂമിൽ തന്നെ അങ്ങോട്ടൊക്കെ റൂമുകളുണ്ട്. ഇത് താഴേക്ക് ഇറങ്ങാനും മുകളിലേക്ക് ഇറങ്ങാനും പുറത്തോടെയും സ്റ്റെയർ കേസുണ്ട്. ഇതൊരു സെക്കൻഡ് ഫ്ലോറിലേക്കും ടെറസിലേക്കും പോകാൻ പറ്റും. ഇത് ചെറുതായിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിലായിട്ട് വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, കാണിച്ചു തരാം.